വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഇൻഡസ് ടു അക്കൗണ്ടിങ് ഫോർ ഇൻവെന്ററീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയയിലെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് അതിൻ്റെ തിയറി പാർട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് ഏരിയ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർമ്മിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. പർച്ചേസ് കോസ്റ്റ്, അതിൻ്റെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ്, ഇത്രയും കോസ്റ്റുകൾ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് ഇൻവെന്ററി, കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഇൻവെന്ററീസ് കിട്ടുക. സോ ഇങ്ങനെയുള്ള കോസ്റ്റുകളിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, റിബേറ്റ്, ഡ്യൂട്ടി ഡ്രോബാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് വരെയുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതർ കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽസ് ഇൻ ദ പ്രസന്റ് ലൊക്കേഷൻ, അതായത് മെറ്റീരിയൽ പ്രസന്റ് ലൊക്കേഷനിലേക്ക് എടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് അതർ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഏരിയാസിൻ്റെ പ്രോബ്ലം ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ തിയറി ഏരിയാസ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാതെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം. The following information applies to Real Limited for the year ended 31st March 2020. First one, purchase of merchandise for resales 8 lakh, merchandise returned to the vendor 75,000, interest on notes payable to vendors 1,80,000, freight on merchandise 2,50,000. Calculate cost of inventory of the company for the year ended 31st March 2020. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാണാനുള്ള ഒരു പ്രോബ്ലം ആണ്. 4 ഐറ്റമാണ് ഉള്ളത്. ഫസ്റ്റ് പർച്ചേസ് കോസ്റ്റ് 8 ലാക്ക്, മെർക്കൻഡൈസ് റിട്ടേൺ, അതായത് പർച്ചേസ് റിട്ടേൺ ആണ് പറയുന്നത് 75,000, ഇൻട്രസ്റ്റ് 1,80,000, ഫ്രൈറ്റ് ഓൺ മെർക്കൻഡൈസ് 2,50,000. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുക. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ആദ്യം പർച്ചേസ് പ്രൈസ് പറയുന്നത് 8 ലാക്ക് ആണ്. അപ്പോൾ 8 ലാക്ക് കൺസിഡർ ചെയ്യണം. അതിൻ്റെ കൂടെ ഫ്രൈറ്റ് 2,50,000 ഫ്രൈറ്റ് പറയുന്നുണ്ട്, അത് ആഡ് ചെയ്യുക. അപ്പോൾ 10,50,000. അതിൽ നിന്ന് റിട്ടേൺ കുറച്ച് കഴിഞ്ഞാൽ, അതായത് പർച്ചേസ് റിട്ടേൺ ടു വെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട്, അത് പർച്ചേസ് റിട്ടേൺ ആണ്, അത് കുറയ്ക്കുക. അത് കുറച്ച് കഴിഞ്ഞാൽ 9,75,000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാണാനുള്ളത്. സോ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ പ്രോബ്ലത്തിൽ നമ്മളൊരു ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഐറ്റം തീരെ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ നോട്ട്സ് പേയബിൾ ടു വെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഐറ്റം കൺസിഡർ ചെയ്യാത്തത്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറച്ച് ഐറ്റങ്ങൾ കൺസിഡർ ചെയ്യൂല കോസ്റ്റ് ഓഫ് പർച്ചേസ് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഐറ്റംസ് വിച്ച് എക്സ്ക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആർ ഫസ്റ്റ് വൺ അബ്നോർമൽ വേസ്റ്റേജ്, സെക്കൻഡ് വൺ സ്റ്റോറേജ് കോസ്റ്റ്, തേർഡ് വൺ ഇൻട്രസ്റ്റ് കോസ്റ്റ്. സോ ഇൻട്രസ്റ്റ് കോസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇവിടെ പറഞ്ഞ ഈ ഇൻട്രസ്റ്റ്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കോസ്റ്റ് ഓഫ് പർച്ചേസ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ പോയിന്റും കൂടി ഓർമ്മയിൽ വെക്കുക. സോ ഈ പ്രോബ്ലം നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. പർച്ചേസിൻ്റെ കൂടെ ഫ്രൈറ്റ് പറയുന്നുണ്ട്, ഫ്രൈറ്റ് ആഡ് ചെയ്യുക. 8 ലാക്ക് പർച്ചേസും 2,50,000, അപ്പോൾ 10,50,000 കിട്ടും. അതിൽ നിന്ന് റിട്ടേൺ 75,000 കുറച്ചാൽ 9,75,000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ്. സോ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യൂല, കോസ്റ്റ് ഓഫ് പർച്ചേസ് കാണുമ്പോൾ കൺസിഡർ ചെയ്യൂല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ വേറൊരു കൺഫ്യൂഷനും ചാൻസ് ഇല്ല. സോ നെക്സ്റ്റ് പ്രോബ്ലം, ഇല്ലുസ്ട്രേഷൻ 6. X Limited is an importer
At the end of each year, it receives rebate equal to 5% of its total purchase. Inventory is valued on the basis of transport cost to its premises, import duties relating to the goods and supplier rebate. The purchase price of inventory was 5 lakh rupees. Transport cost up to premises was 40,000 rupees. Import duty was 80,000 rupees. Of this, 30,000 is recoverable from authorities. Calculate cost of purchase എന്നുള്ളതാണ് ചോദ്യം. അതായത് കോസ്റ്റ് ഓഫ് പർച്ചേസ് കാണാൻ തന്നെയാണ് ഈ ചോദ്യത്തിലും പറയുന്നത്. സോ തന്ന ഐറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പർച്ചേസ് പ്രൈസ് 5 ലാക്ക്. അതിലിപ്പോൾ പറയുന്ന നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്യണം. ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 30,000 അതോറിറ്റിയിൽ നിന്ന് റിക്കവറബിൾ ആണ്. സോ ആ 30,000 നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇൻവെന്ററി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ ഓഫ് ഡ്യൂട്ടി ഈസ് ഡിഡക്റ്റഡ് ഫ്രം കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30,000 എന്താണ്? അതോറിറ്റിയിൽ നിന്ന് ഡിഡക്റ്റബിൾ എമൗണ്ട് ആണ്. ആ 30,000 എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് കുറക്കണം. സോ 50,000 കൺസിഡർ ചെയ്താൽ മതി. അതായത് പർച്ചേസ് കോസ്റ്റ് 5 ലക്ഷം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 40,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 50,000. സോ 5,90,000. ഇമ്പോർട്ട് ഡ്യൂട്ടി ആക്ച്വലി 80,000 ഉണ്ട്, പക്ഷേ നമ്മൾ 50,000 കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ 30,000 റിക്കവറബിൾ ആണ്. നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ റിക്കവറബിൾ എമൗണ്ട് കുറയ്ക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 80,000 30,000 കുറച്ച് 50,000 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ എമൗണ്ട് 5,90,000. സോ ഈ 5,90,000 നമുക്കൊരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതായത് 5% റിബേറ്റ് കിട്ടുന്നുണ്ട്. 5,90,000 5%, അതായത് 5,90,000 ഇൻറ്റു 5/100 29,500. 5,90,000 29,500 കുറച്ചാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടും 5,60,500. സോ ഈ ചോദ്യത്തിലും കാര്യമായിട്ട് സംശയത്തിനൊന്നും ഇടയില്ല. കാരണം ഇതിലോ ചെറിയൊരു സംശയം എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്തുകൊണ്ട് 50,000 എടുത്തു എന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ടാവൂ. അത് ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം സൂചിപ്പിച്ച് ഒന്നുകൂടി പറയാം. കാരണം നമുക്ക് റിക്കവറബിൾ ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് റിക്കവറബിൾ ആയിട്ട് ഉള്ള എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ 50,000 നിന്ന് 30,000 നമുക്ക് എന്താണ്? അതോറിറ്റിയിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന പണമാണ്. സോ അത് നമ്മൾ കുറയ്ക്കണം. സോ 50,000 30,000 കുറച്ച് 50,000 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതും കാര്യമായിട്ട് കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത പ്രോബ്ലമാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പർച്ചേസ് 5 ലക്ഷം, അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 40,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 50,000 കൂട്ടിയാൽ 5,90,000 കിട്ടും. അതിന് റിബേറ്റ് 5% റിബേറ്റ് കോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ 5% റിബേറ്റ് 5,90,000 5% എന്ന് പറഞ്ഞാൽ 29,500. 5,60,500 ആണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് വരുന്നത്. സോ സംശയത്തിനൊന്നും ഇടയില്ലാത്ത കാര്യമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ, അതായത് ഇല്ലുസ്ട്രേഷൻ 7 ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് ഈ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. Calculate the cost of purchase of inventory that should be included in purchase cost. First one, purchase price 2,50,000. Penalty charges for overdue payment 5,000. Discount on purchase price 3%. Travel expense on purchase department 8,000. GST 2% on purchase price. Import duty 10,000. Forwarding charges for external transport 2,000. Transport insurance 2,000. Internal storage cost of receiving material 6,000.
cost for a letter of reference 1000, internal transport between stock location 3000, commission and brokerage paid 5000. സോ കഴിഞ്ഞ പ്രോബ്ലം നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ടോട്ടലി 12 ഐറ്റം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് ഏതൊക്കെ ഐറ്റമാണ് ഇതിൽ നിന്ന് ഏതൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടാത്തത്, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടാത്ത ഐറ്റങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. പർച്ചേസ് പ്രൈസ് സ്വാഭാവികമായിട്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പർച്ചേസ് പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെനാൽറ്റി ചാർജസ് ഫോർ ഓവർ ഡ്യൂ പേയ്മെൻറ്റ് കൺസിഡർ ചെയ്യണോ വേണ്ടയോ? കൺസിഡർ ചെയ്യേണ്ട. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്നോർമൽ എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പെനാൽറ്റി ചാർജൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടാണ്. സോ ഇതുപോലെയുള്ള എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. സോ ഇത് അബ്നോർമൽ എക്സ്പെൻസസിൽ വരുന്നതാണ്. അതുകൊണ്ട് പെനാൽറ്റി ചാർജ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കേണ്ട ഒരു ഐറ്റമാണ്. പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യമാണ് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് പ്രൈസ്, അത് കൺസിഡർ ചെയ്യണം. ട്രാവൽ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടതാണ്. GST നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടാക്സസ്, ഡയറക്റ്റ് ടാക്സസ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് അതർ ടാക്സസ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൺസിഡർ ചെയ്യണം. ഫോർവേഡിംഗ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട്. ഫോർവേഡിംഗ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഫാക്ടറിയിലേക്ക് എത്തിക്കേണ്ട കോസ്റ്റിനെയാണ് ഫോർവേഡിംഗ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഫാക്ടറിയിലേക്ക് എത്തിക്കേണ്ട കോസ്റ്റിന്. സോ ഈ കോസ്റ്റ് നമുക്ക്, അതായത് പ്രൊഡക്ഷൻ പർപ്പസിന് അല്ലെങ്കിൽ ഇൻവെന്ററി എത്തിക്കാൻ വേണ്ടി ഡയറക്റ്റായി റിലേറ്റ് ചെയ്ത കോസ്റ്റാണ്. സോ ഫോർവേഡിംഗ് ചാർജസ് ഫോർ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട് കോസ്റ്റ് 2000 നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ഇൻഷുറൻസ് കൺസിഡർ ചെയ്യണം. ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് റിസീവിങ് മെറ്റീരിയൽസ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു സംശയത്തിന് ഇടയാക്കുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞത് ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് റിസീവിങ് മെറ്റീരിയൽസ്. നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടാത്ത ഐറ്റത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ്. അതവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ് ദേ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഫർദർ പ്രൊഡക്ഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സോ ഈ ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യണ്ട, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കോസ്റ്റ് ഫോർ എ ലെറ്റർ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ലെറ്റർ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. സോ ആ കോസ്റ്റും ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ആണ്. സോ അതും കൺസിഡർ ചെയ്യണം. ഇന്റേണൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സ്റ്റോക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റിയൊരു കോസ്റ്റാണ്. അതായത് അബ്നോർമൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഇന്റേണൽ ട്രാൻസ്പോർട്ട് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ്, അതായത് ഇവിടെ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കമ്മീഷനും ബ്രോക്കറേജും ആണ്. സോ ഇൻവെന്ററി വാങ്ങിക്കുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ഇൻവെന്ററി കോസ്റ്റ് ആണ്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ 12 ഐറ്റത്തിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് 3 ഐറ്റംസ് ആണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, പെനാൽറ്റി ചാർജസ് ഫോർ ഓവർ ഡ്യൂ പേയ്മെൻറ്റ്. കാരണം അബ്നോർമൽ എക്സ്പെൻസ് ആണ്, നമ്മൾ കൺസിഡർ ചെയ്യൂല എന്ന് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് വൺ, ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് റിസീവിങ് മെറ്റീരിയൽ. ഇന്റേണൽ സ്റ്റോറേജ് കോസ്റ്റും കൺസിഡർ ചെയ്യൂല എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് വേറെ സംശയത്തിനൊന്നും ഇടയില്ല. തേർഡ്, ഇന്റേണൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സ്റ്റോക്ക് ലൊക്കേഷൻ അൺഅവോയ്ഡബിൾ അല്ല, അവോയ്ഡബിൾ. ഇന്റേണൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സ്റ്റോക്ക് ലൊക്കേഷൻ എന്ന് വെച്ചാൽ അവോയ്ഡബിൾ കോസ്റ്റ് ആണ്. കാരണം ഓർഗനൈസേഷൻ
വിചാരിച്ചു കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റിയ കോസ്റ്റാണ്. സോ ഈ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ ഈ 3 ഐറ്റംസ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ബാക്കി ഐറ്റങ്ങൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ഇനി പ്രോബ്ലംസിൽ സംശയങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒരു ചാൻസും ഇല്ല. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സൊല്യൂഷൻ, അതിൽ തന്നെ പർച്ചേസ് പ്രൈസ് 2,50,000, അതിന്ന് ഡിസ്കൗണ്ട് 7,500 കുറച്ചാൽ 2,42,000. അതിൻ്റെ കൂടെ ജി എസ് ടി 5,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 10,000, ഫോർവേഡിംഗ് ചാർജ് 2,000, ട്രാൻസ്പോർട്ട് ഇൻഷുറൻസ് 2,000, കോസ്റ്റ് ഓഫ് ലെറ്റർ ഓഫ് റെഫറൻസ് 1,000, കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് 5,000. അപ്പോൾ 2,67,500 കിട്ടും. പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് 2,42,500 ആണ്. അതിവിടെ സ്ലൈഡിൽ ഇല്ല, ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. സോ അവിടെ ആ എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. 2,42,500. അതിൻ്റെ കൂടെ ഡയറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ആയ 2,42,500 പ്ലസ് ജി എസ് ടി 2% പറയുന്നുണ്ട് 5,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 10,000, ഫോർവേഡിംഗ് ചാർജ് 2,000, ട്രാൻസ്പോർട്ട് ഇൻഷുറൻസ് 2,000, കോസ്റ്റ് ഓഫ് ലെറ്റർ ഓഫ് റെഫറൻസ് 1,000, കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് 5,000. ഇത്രയും ഐറ്റങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പർച്ചേസ് കോസ്റ്റ് 2,67,500 കിട്ടും. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഐറ്റം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ഐറ്റം ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ചെറിയൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 2,42,000 ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല, അതെന്നോട് വിട്ടുപോയതാണ്. സോ ആ എമൗണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അസ്യൂം ചെയ്യണം. അതിൻ്റെ കൂടെ ബാക്കി എല്ലാ കോസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടും. 2,67,500 കിട്ടും. സോ കൃത്യമാണ്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 9. The following is the extract of the profit or loss statement of New Star Company engaged in the business of manufacture of electronic goods. Purchase 1,50,000, custom duty 25,000, air freight 8,250, ground transportation 17,250, wages paid 45,000, customized designing charge 16,250, machine operating charge 18,650, wastage of material cost 3,500, out of which 3,000 is due to strike. Advertisement charges 12,000, incentive to sales manager 5,000, repairs and maintenance 12,500, of which 6,000 is related to delivery van. Calculate total cost of inventory. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതൊക്കെ ഐറ്റങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ള പ്രോബ്ലമാണിത്. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസും കോസ്റ്റ് ഓഫ് കൺവേർഷനും അതർ കോസ്റ്റും. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ചെയ്തത് ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും ആഡ് ചെയ്തതാണ്. സോ ഇതിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്, കൺവേർഷൻ കോസ്റ്റ്, അതർ കോസ്റ്റ്, ഈ 3 ഐറ്റങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് 3ഉം ആഡ് ചെയ്താലാണ് ഉത്തരത്തിലേക്ക് വരിക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് കൺവേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്തത്, എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പർച്ചേസസ് ആവശ്യമാണ്, കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമാണ്, എയർ ഫ്രൈറ്റ് വേണം, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, വേജസ്,
കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ചാർജസ് ആവശ്യമാണ്. മെഷീൻ ഓപ്പറേറ്റിംഗ് ചാർജ് നെസറി. വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ഔട്ട് ഓഫ് വിച്ച് 3000 ഈസ് ഡ്യൂ ടു സ്ട്രൈക്ക്. അതായത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് 3500 പറയുന്നത്. സോ അതിൽ 3000 എന്താണ് ഡ്യൂ ടു സ്ട്രൈക്ക് ആണ്. അതായത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ടോട്ടൽ 3500 രൂപയാണുള്ളത്. ഇതിൽ 3000 രൂപ ഉണ്ടായത് എന്താണ്, ഫാക്ടറിയിൽ ഉണ്ടായ സമരം കൊണ്ടാണ് ഈ 3000 രൂപ വേസ്റ്റേജ് ആയിട്ട് ഉണ്ടായത്. സോ ഈ സ്ട്രൈക്ക് എന്നുള്ളത് എന്താണ്, ഓർഗനൈസേഷന് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. അതായത് ഈ 3000 രൂപ അബ്നോർമൽ എക്സ്പെൻസ് ആയിട്ട് അല്ലെ അബ്നോർമൽ വേസ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ 500 രൂപ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റിൽ 500 രൂപ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. കാരണം ബാക്കി 3000 ഓർഗനൈസേഷന് ഒഴിവാക്കാൻ പറ്റിയ കാര്യമായിരുന്നു. അതായത് അബ്നോർമൽ വേസ്റ്റേജിൽ വരുന്നതാണ് ഈ 3000 രൂപ. സോ ആ 3000 രൂപ കൺസിഡർ ചെയ്യേണ്ട 500 രൂപ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ് ചാർജസ്. അഡ്വർടൈസ്മെന്റ് ചാർജസ് 12,000. അഡ്വർടൈസ്മെന്റ് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യണോ? യഥാർത്ഥത്തിൽ അഡ്വർടൈസ്മെന്റ് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അഡ്വർടൈസ്മെന്റ് ചാർജ് വരുന്നതെന്ന് വെച്ചാൽ സെല്ലിംഗ് എക്സ്പെൻസിലാണ് അഡ്വർടൈസ്മെന്റ് ചാർജ് വരുന്നത്. സോ സെല്ലിംഗ് എക്സ്പെൻസ് ഒരിക്കലും കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യൂല. കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റിനെ, അതായത് ടോട്ടൽ കോസ്റ്റിനെ ഇൻവെൻട്രിയെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് വരെയുള്ള കോസ്റ്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. സോ അഡ്വർടൈസ്മെന്റ് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, ഇൻസെൻറ്റീവ് ടു സെയിൽസ് മാനേജർ 5000. ഈ 5000 രൂപയും സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്. കാരണം സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്, സെയിൽസ് മാനേജറിന് ഇൻസെൻറ്റീവ്സ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. സോ അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 12,500. ഇതിൽ 6000 രൂപ ഡെലിവറി വാന് വരുന്നതാണ്. സോ ഈ 6000 രൂപയെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡെലിവറി വാൻ എന്ന് പറയുന്നത്, ഡെലിവറി വാൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസ് കഴിഞ്ഞിട്ട് സെല്ലിങ്ങിൽ പോകുമ്പോൾ മാത്രമാണ് ഡെലിവറി വാൻ്റെ ആവശ്യം. സോ ഈ 6000 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 12,500 കുറയ്ക്കണം 6000. 6500 മാത്രമേ നമ്മൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ വ്യക്തമാണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ടോട്ടലി 4 ഐറ്റമാണ് എക്സ്ക്ലൂഡ് ചെയ്തത്. അതായത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ നമ്മൾ 500 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം 3000 രൂപ സ്ട്രൈക്ക് മൂലം ഉണ്ടായതാണ്. അതെന്താണ്, അത് അവോയ്ഡബിൾ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അഡ്വർടൈസ്മെന്റ് ചാർജ് ആയാലും ഇൻസെൻറ്റീവ് ടു സെയിൽസ് മാനേജർ ആയാലും രണ്ടും സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്ന കാര്യമാണ്. സെല്ലിംഗ് എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐറ്റം വരുന്നത് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. 12,500. ഇതിൽ 6000 ഡെലിവറി വാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഡെലിവറി വാൻ ഡയറക്ട്ലി റിലേറ്റഡ് ടു സെല്ലിംഗ് എക്സ്പെൻസ്. സോ 12,500 കുറക്കണം 6000. 6500 മാത്രമേ നമ്മൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഉത്തരത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, പർച്ചേസ് 1,50,000. Add customs duty 25,000 into 80/100. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 25,000 2% എലിജിബിൾ ഫോർ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 20% നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. സോ ആ 20% നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. 25,000-ൻ്റെ 80% മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ടോട്ടൽ 25,000 കാണിച്ചിട്ട് അതിൽ നിന്ന് 20% 5,000 കുറച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. കസ്റ്റം ഡ്യൂട്ടിയിൽ നമ്മൾ
80% മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 50% കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 20% എലിജിബിൾ ഫോർ ഡ്യൂട്ടി ഡ്രോബാക്ക്. ആ ഡ്യൂട്ടി ഡ്രോബാക്കിൻ്റെ 20% നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. സോ കസ്റ്റം ഡ്യൂട്ടി 25,000 ഇൻറ്റു 50/100 20,000. എയർ ഫ്രൈറ്റ് 8,250. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ 1,725. സോ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ വരുന്നത് 1,79,975 കോസ്റ്റ് ഓഫ് പർച്ചേസിൽ വരുന്നത്. അതായത് പർച്ചേസിൻ്റെ കൂടെ കസ്റ്റംസ് ഡ്യൂട്ടി, എയർ ഫ്രൈറ്റ്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നിവ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പർച്ചേസ് 1,79,975 കിട്ടും. നെക്സ്റ്റ് നമ്മൾ കൺവേർഷൻ കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേജസ് പെയ്ഡ് 45,000. അതിൻ്റെ കൂടെ മെഷീൻ ഓപ്പറേറ്റിംഗ് ചാർജ് 18,650. നോർമൽ വേസ്റ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നോർമൽ വേസ്റ്റേജ് ഇവിടെ പറയുന്നത് 3,500 പറയുന്നത്. അതിൽ 3,000 സ്ട്രൈക്ക് മൂലം ഉണ്ടായതാണ്. 500 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 12,500. 6,000 കൺവേർഷൻ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 6,000 നമ്മുടെ ഡെലിവറി വാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ 6,500 മാത്രമേ കൺസിഡർ ചെയ്യണ്ടൂ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ 70,650. നെക്സ്റ്റ് അതർ കോസ്റ്റ് ആണ് വരുന്നത്. അതർ കോസ്റ്റിൽ ഒറ്റ ഐറ്റം മാത്രമേ വരുന്നുള്ളൂ. കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ചാർജ് 16,250. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് A+B+C, അതായത് 1,79,975 പ്ലസ് 70,650 പ്ലസ് 16,250. സോ 2,66,875 ഉത്തരം വരുന്നത്. ഇതുപോലെയുള്ള ഈ മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഉണ്ടാവും, കൺവേർഷൻ കോസ്റ്റ് ഉണ്ടാവും, അതർ കോസ്റ്റ് ഉണ്ടാവും. സോ ഈ 3 കോസ്റ്റും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കിട്ടുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി 2,66,875 വരുന്നത്. സോ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിയറി, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത തിയറി ആസ്പെക്ട്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തിയറി ആസ്പെക്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഐറ്റമാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഇൻവെൻ്ററിയിൽ വരിക, ഏതൊക്കെ ഐറ്റമാണ് വരാത്ത ഐറ്റംസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാം. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു.